ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. CPM നേതൃത്വത്തിന്റെ വിശ്വാസ്യത അനുദിനം കുറഞ്ഞു വരികയാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ CPIM കാഴ്ചക്കാരുടെ റോളിലാണെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ. അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വടകര മണ്ഡലത്തിൽ 31 മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് PDP ഭാരവാഹികൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. CPIM നേതൃത്വത്തിന്റെ വിശ്വാസ്യത അനുദിനം കുറഞ്ഞു വരികയാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ CPIM കാഴ്ചക്കാരുടെ റോളിലാണെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. പ്രസ് ക്ലബിൽ ചലോ ദില്ലി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM നേതൃത്വത്തിന്റെ വിശ്വാസ്യത അനുദിനം കുറഞ്ഞു വരികയാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ CPIM കാഴ്ചക്കാരുടെ റോളിലാണെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പ്രധാന എതിരാളി അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനം CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM നേതൃത്വത്തിൻ്റെ വിശ്വാസ്യത കേരളീയ സമൂഹത്തിൽ അനുദിനം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനം ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ CPM അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ ഒരു അഭിമുഖം വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ നാടിനെ ഞെട്ടിച്ച്, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച് അതിക്രൂരമായ ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ച് പോളിറ്റ് ബ്യൂറോ നടത്തിയ ചില അന്വേഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോയ്ക്ക് കീഴിൽ പോളിറ്റ് ബ്യൂറോ അന്വേഷണം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. പോളിറ്റ് ബ്യൂറോയുടെ മേൽനോട്ടത്തിൽ PBക്ക് കീഴിൽ എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുണ്ട്. കോൺഗ്രസും ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി മുന്നേറുകയാണ്. മോഡിസം എന്നാൽ ഹിറ്റ്ലറിസമാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വെർദൂർ, DCC പ്രസിഡന്റ് KC അബു, UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ, KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ. വയനാട്ടിൽ വനഭൂമി ചുട്ടിരിക്കുന്ന മാഫിയകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പരമാവധി മണ്ഡലങ്ങളിൽ പിന്തുണയ്ക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും വയനാട്ടിൽ വനഭൂമി ചുട്ടരിക്കുന്ന മാഫിയകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ CK ജാനു, ഭൂപരിഷ്കരണ സമിതി കൺവീനർ ഗീതാനന്ദ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ഗോത്രമഹാസഭയ്ക്ക് കൂടുതൽ സ്വാധീനമുള്ള ജില്ലകളിലും മണ്ഡലങ്ങളിലും നേരിട്ടിടപെട്ട് ക്യാമ്പയിൻ വർക്ക് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കാസർഗോഡ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം കൺവെൻഷൻ ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നത്. വളരെയേറെ ട്രൈബ് വോട്ടും കൂടി ഉള്ളൊരു മണ്ഡലം എന്നുള്ള നിലയിൽ ഒരു സജീവ ഇടപെടൽ സാധ്യമാകുന്നൊരു മണ്ഡലമാണ്. അത്തരം മണ്ഡലങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലും സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ധാരണയുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ ജില്ലകൾ മണ്ഡലങ്ങളിൽ. പൊതുവിൽ ദേശീയതലത്തിൽ അഴിമതിക്കെതിരെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ആം ആദ്മി പാർട്ടിയുടെ പൊതു നിലപാടുകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണക്കുന്നത്. അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വടകര മണ്ഡലത്തിൽ 31 മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് PDP ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അബ്ദുൾ നാസർ മദനിക്ക് മാർച്ച് 28-ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ജില്ലയിലെ വടകര മണ്ഡലത്തിൽ 31 മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് PDP ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുൾ നാസർ മദനിക്ക് മാർച്ച് 28-ന് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ
ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ 31-ന് ജില്ലയിൽ PDP നിരാഹാര സമരം ആരംഭിക്കും. മഅദനിയുടെ ആരോഗ്യനില മോശമാണെന്ന് മനസ്സിലാക്കിയ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി മഅദനിക്ക് ചികിത്സ കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടും കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കർണാടകയിൽ ക്രൂരമായി പീഡിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മഅദനിയുടെ ആരോഗ്യനില മോശമാണെന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി ജനുവരി 29-ന് അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടും കർണാടക ഗവൺമെന്റ് മഅദനിക്ക് ചികിത്സ കൊടുക്കാതെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവർ ആരോപിച്ചു. നാളികേരം അടയാളത്തിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃശൂർ നസീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വ്യത്യസ്തമാണ്. വെള്ളക്കുർത്തയും കറുത്ത തൊപ്പിയും ധരിച്ച് വെള്ള ബെൻസ് കാറിൽ ഇയാൾ റോഡിലിറങ്ങിയാൽ പിന്നെ ആൾക്കൂട്ടമാണ്. വെള്ള ബെൻസ് കാറ്, വെള്ളക്കുർത്തയും കറുത്ത തൊപ്പിയും കൂടാതെ കറുത്ത കൂളിംഗ് ഗ്ലാസും. ഇയാൾ നഗരത്തിലെ ഇന്നത്തെ പതിവ് കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ആ ചൂടിനൊപ്പം ഇയാളും റൂട്ടിലുണ്ട്. ഞാൻ സ്വതന്ത്രനായി നാളികേര ചിഹ്നത്തിൽ മത്സരിക്കുന്നു, എനിക്ക് വോട്ട് വേണം എന്നൊക്കെ വഴിയാത്രക്കാരോട് കൈപിടിച്ചു നിർത്തി പറയുന്നു. ആദ്യം എല്ലാവരും ഒന്ന് പകച്ചുപോകും. പിന്നെ വാതോരാതെ ഇയാൾ സംസാരം തുടങ്ങും. പിന്നെ അത് ഒരാൾക്കൂട്ടമായി മാറും. ഇനി കാര്യത്തിലേക്ക് കടക്കാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നാളികേര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നസീർ. മിമിക്രിയിലും സീരിയലിലും ഒക്കെയായി നസീർ കലാരംഗത്ത് ഒരു കാലത്ത് സജീവമായിരുന്നു. ഒപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളും. താൻ ജയിച്ചാൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്കായിരിക്കും പരിഗണന നൽകുകയെന്ന് നസീർ പറയുന്നു. രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ അഴിമതിയാണെന്നും നസീർ കൂട്ടിച്ചേർത്തു. ഇവിടെ മത്സരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മതസൗഹാർദ്ദമുള്ള, കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും മതസൗഹാർദ്ദമുള്ളൊരു സ്ഥലമാണ് ഈ കോഴിക്കോട്. അന്ന് പണ്ട് കാലത്തെ സാമൂതിരി രാജാവും ജിഫിരി തങ്ങളും ടിപ്പു സുൽത്താൻ വന്ന് ഇവിടെ മതസൗഹാർദ്ദം, ഇവിടെ വെള്ളമില്ലാതെ കൊണ്ടുവരെ മാനവചന്ദ്രൻ എന്ന് വന്ന് ഇത് മാനാഞ്ചിറയിൽ ഒരു കിണർ കുത്തുകയും അന്ന് മുതലേ സൗഹാർദ്ദമുള്ള ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് ജില്ല. നല്ല ആളുകളാണ്. കോഴിക്കോട് മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. അതുകൊണ്ടാണ് താൻ കോഴിക്കോട് നിന്ന് മത്സരിക്കാൻ കാരണമെന്നും നസീർ പറഞ്ഞു. ചരിത്രപരമായും കോഴിക്കോടിന് ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഭരണത്തിലൊന്നും കാര്യമായ വികസനമൊന്നും നടന്നില്ലെന്നും നസീറിന്റെ ആരോപണവും. കഴിഞ്ഞ ഇലക്ഷന് ജയിച്ച രാഘവനാണ്. രാഘവൻ മാഷ് ഇവിടെ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പാർട്ടിക്കാരോടും ഒരു ദേഷ്യമില്ല. ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു എം പി ചെയ്യേണ്ട ഡെവലപ്മെന്റ് അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാർഡ് മെമ്പർ ചെയ്യുന്ന ഡെവലപ്മെന്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിൽ, ഈ കോഴിക്കോട് ടൗൺ പ്രദേശം തന്നെ നോക്കിയാൽ അറിയാം. ഈ ടൗൺ പ്രദേശങ്ങളിൽ, ഈ ഇവിടെയുള്ള കാനകളിൽ, ഈ കോർപ്പറേഷൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കോർപ്പറേഷനാണ്. കാനകളുടെ അരിയത്ത് കൂടെ നമുക്ക് പോകാൻ കഴിയില്ല. നാറിയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ഈ ശുചിത്വമായ കാര്യങ്ങൾ, ഇവിടെ കച്ചറകൾ ഇട്ടിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ രോഗികൾ, ഒരുപാട് രോഗികൾ ഇപ്പോൾ വെള്ളത്തിൽ കൂടിയാണ് മഞ്ഞപ്പിത്തം പകരുന്നത്. മഞ്ഞപ്പിത്തവും ഛർദിയും കുട്ടികൾക്ക് വ്യാപിച്ചു വരികയാണ്. മാത്രമല്ല ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുകയാണ്. അതൊക്കെ ഇവിടെ തടയണം. അന്യ സംസ്ഥാനത്തു നിന്ന് ലഹരി പദാർത്ഥങ്ങൾ, അന്യ സംസ്ഥാനത്തിൽ കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ഓരോ തിയേറ്ററുകളുടെ ഭാഗങ്ങളിലും ഓരോ ബസ് സ്റ്റാൻഡിന്റെ ഭാഗങ്ങളിലും. അതൊന്നും ഈ MP കാണുന്നില്ലേ? അവർ പറഞ്ഞു എനിക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. എനിക്ക് അധികാര മോഹങ്ങളൊന്നും വേണ്ട. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ തൊപ്പിയെന്ന് മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങൾ എനിക്ക് എന്റെ തലയിൽ വെച്ച് തന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വക സാധനങ്ങൾ തടഞ്ഞു വെച്ച തെറ്റാണ് ഞാൻ പറയുന്നില്ല. ആമൂർ സാഹിബ് പാവങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കരുത്. നാടാകെ നാഥനില്ലാത്ത അവസ്ഥയാണ്. ആർക്കും എന്തും ചെയ്യാന്നുള്ള തന്റെ ഇടമാണ്. ഇനിയും കാണാം. പിന്നെ ആലിമിസാരെ, പാവങ്ങളാകെ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കരുത്. നാടിന്റെ അവസ്ഥ ആകെ ബുദ്ധിമുട്ടിലാണ്. നിങ്ങൾ എന്തിന്റെ പുറപ്പാടാണ്? എന്റെ അമ്മേ,
പാതി പോയോർത്ത് പാതാളെന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇവിടത്തെ നടനായിരുന്ന കുതിരോട്ടം പപ്പു, എന്റെ പഴയ സുഹൃത്തായിരുന്ന കുതിരോട്ടം പപ്പു, അല്ല ഈ താമരശ്ശേരി ചോരം ചെയ്യാ ചോരം അനാലും നിൽക്കേണ്ടി ഏഹേ ഓഹോ. കലാരംഗത്ത് ഒരുപാട് അവാർഡുകൾ നസീർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും. കോഴിക്കോട് മിഠായിത്തെരുവുണ്ടായ തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങളിലും നസീർ വളരെ സജീവമായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വോട്ട് ചോദിച്ച് നസീർ ഈ നഗരത്തിലെ പതിവ് കാഴ്ചയാകും. ടൈം ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നസറുൽ ഹക്കിനൊപ്പം രാജേഷ് മാങ്കം. അവധിക്കാലം പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഉല്ലാസത്തിന്റെയും വിനോദത്തിന്റെയും കാലമാണ്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണവുമായി സൈക്കിൾ കേരളം മുഴുവൻ യാത്ര ചെയ്ത് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. സൈക്കിളുമായി പരിസ്ഥിതി സൗഹാർദ്ദ സന്ദേശമായി കേരളം മുഴുവൻ യാത്ര തിരിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ജലക്ഷാമവും വൈദ്യുതിക്ഷാമവും രൂക്ഷമാകുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. നഗരത്തിലെ JDT MMH സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഹാരിഷ്, ഫദിൻ, അനുഗ്രഹ്, സാദിൻ എന്നിവരാണ് സൈക്കിളുമായി ബോധവൽക്കരണ യാത്ര തിരിച്ചിരിക്കുന്നത്. ഒരു ദിവസം കോഴിക്കോട് സൈക്കിളിൽ ചുറ്റി ഇവർ പെയിൻ ഇൻ പാലിറ്റീവിനായി ചെറിയ തുക പിരിച്ചെടുത്ത് ഏൽപ്പിച്ചു. അവധിക്കാലം സാമൂഹ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു. നമ്മൾ MMHലും സാമൂഹ്യത്തിലും JDTലും പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളാണ്. +1 +2 വിദ്യാർത്ഥികളാണ്. നമ്മൾ ഈ വെക്കേഷനിൽ ഒരു വെറൈറ്റി ആയിട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കിളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ സൈക്കിളിൽ കാലിക്കറ്റ് മുതൽ എറണാകുളം വരെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കോഴിക്കോട് നിന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കഴിയാവുന്ന സംഭാവനകൾ ശേഖരിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ അത്യാവശ്യം 2 ദിവസം കൊണ്ട് അത്യാവശ്യം എമൗണ്ട് കളക്ട് ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വരെ ഇപ്പോൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ എല്ലാവരും വെറുതെ ഫ്യൂൽ വേസ്റ്റ് ചെയ്യിപ്പോൾ സാധനം വാങ്ങാൻ വരെ സ്കൂട്ടർ എടുക്കണേ. അപ്പോൾ അങ്ങനെ ഒരു വഴിക്ക് ചിന്തിച്ചാൽ സൈക്കിളാണ് ഏകദേശം നല്ലത്. അവധിക്കാലം ഉല്ലാസയാത്രയും കായിക വിനോദത്തിനും മാത്രമായി ചിലവഴിക്കുന്ന പുതുതലമുറയ്ക്ക് മാതൃകയാവുകയാണ് ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ടൈം ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നസറുൽ ഹക്കിനൊപ്പം രാജേഷ് മാങ്കം. കനറ ബാങ്ക് കറൻസി ടെസ്റ്റിന്റെയും ചാലപ്പുറം കനറ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാണയ വിതരണ മേള നടത്തി. മേളയിൽ 10 ലക്ഷം രൂപയുടെ നാണയങ്ങൾ വിതരണം ചെയ്തു. കാനറ ബാങ്ക് കറൻസി ചെസ്റ്റിന്റെയും ചാലപ്പുറം കനറ ബാങ്ക് ശാഖയുടെയും ആഭിമുഖ്യത്തിൽ നാണയ വിതരണ മേള നടത്തി. കനറ ബാങ്ക് കോഴിക്കോട് സർക്കിൾ AGM സൗന്ദര്യരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. N. ബാലൻ, ശ്രീകാന്ത്, ശ്രീധരൻ മേനോക്കി, നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 10 ലക്ഷം രൂപയുടെ നാണയങ്ങളാണ് വിതരണം ചെയ്തത്. 2005 മുൻപുള്ള നോട്ടുകൾ മാറ്റിക്കൊടുക്കാൻ റിസർവ് ബാങ്കിന്റെ സഹായത്തോടെ മറ്റൊരു മേള കൂടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി ബാങ്ക് ഭാരവാഹികൾ പറഞ്ഞു. ലോക്സഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്ത് 8 സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് CPI-ML ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 8 സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് CPI-ML. മറ്റു മണ്ഡലങ്ങളിൽ പാർട്ടി കാഴ്ചപ്പാടുകളോട് ഐക്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെ പിന്താങ്ങുമെന്നും അല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ ആഹ്വാനമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ UPA ഭരണം 23 വർഷത്തിന് മുമ്പ് തുടങ്ങിവെച്ച നവ ഉദാരീകരണ നയങ്ങളെ, സ്വകാര്യവൽക്കരണ നയങ്ങളെ രൂക്ഷമാക്കിയതിൻ്റെ ഫലമായിട്ട് രാജ്യത്ത് സാധാരണ ജനങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ മേൽ കോൺഗ്രസിനെതിരായിട്ട് ഉള്ള ജനങ്ങളുടെ രോഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടുന്ന രീതിയിൽ ഈ ജനങ്ങളുടെ രോഷം ഇന്ന് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് നടത്തുന്ന ആയുഷ്മാൻ ഭവ ക്ലിനിക്കിന്റെ ആരോഗ്യപാഠം പരിപാടിയുടെ ഭാഗമായി മാർച്ച് 29 ഏകദിന സമഗ്ര ആരോഗ്യ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. സലീം ഉദ്ഘാടനം ചെയ്യും. കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് ജീവിതശൈലി രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭവ ക്ലിനിക്കിന്റെ ഭാഗമായാണ് ആരോഗ്യപാഠം പരിശീലകർക്കും രക്ഷിതാക്കൾക്കുമായി മാർച്ച് 29 ഏകദിന സമഗ്ര ആരോഗ്യ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. എരഞ്ഞിപ്പാലം നവജ്യോതി റിന്യൂവൽ സെന്ററിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. സലീം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അത്തോളി പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലും 6ാം തരത്തിലെയും 7ാം തരത്തിലെയും വിദ്യാർത്ഥികൾക്ക് കൂടി ഈ ആരോഗ്യ പാഠം പദ്ധതി ഈ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിന്ന് പ്രേമേന്ദ്രൻ സാർ കൂടാതെ അവിടുത്തെ 2 ലേഡി ഡോക്ടർമാരും വന്ന് അരമണിക്കൂറാണ് സമയമെങ്കിലും ഏകദേശം ഓരോ ദിവസം 3/4 മണിക്കൂർ 1 മണിക്കൂർ നേരം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ രക്ഷിതാക്കന്മാർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കും. ഈ രക്ഷിതാക്കന്മാരിൽ നിന്ന് പൂർണ്ണമായ ഒരു നല്ല സംതൃപ്തിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരാഴ്ചക്കാലം ക്ലാസ് കിട്ടിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ റിസൾട്ടിൽ നിന്നും. പുത്തൂർമഠം AMUP സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MVK എന്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടർ MB കുഞ്ഞാമു ലോഗോ പ്രകാശനം ചെയ്തു. പുത്തൂർമഠം AMUP സ്കൂൾ നവതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോഗോ പ്രകാശനമാണ് സ്കൂളിൽ നടന്നത്. MVK എന്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടർ MV കുഞ്ഞാമു പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ പരിപാടി ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രദേശം ക്ഷണിച്ചപ്പോഴും തന്നെ ഞാൻ എന്നായാലും വെച്ചോളി എന്ത് തിരക്കുണ്ടെങ്കിലും ആ സമയം എത്തിക്കൊള്ളാം എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ 9:30 മണിക്കാണ്. അതേ സമയത്ത് ഞാൻ 9:30 9:45 എത്തി. അതുകൊണ്ടാണ് എത്തിയെങ്കിൽ ഞാൻ പല ഭാഗത്തുമായിരിക്കും. അതിനാൽ കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇനി അടുത്തൊരു പരിപാടി കൂടുതൽ സംസാരിക്കാമെന്ന് ഏറ്റുകൊണ്ട് ഈ പരിപാടി ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് K. അഹമ്മദ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് V. അജിതകുമാരി, ലോഗോ നിർമ്മാതാവ് അബ്ദുൾ റസാഖ്, പഞ്ചായത്ത് മെമ്പർ സൌദാബി, MP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ C. രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് TB സെന്റർ, കോഴിക്കോട് IMA, കോഴിക്കോട് ചെസ് ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷയരോഗ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ C. രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ അധ്യാപകരെയും പോലെ തന്നെ ആ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയിലെ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായി. പക്ഷെ എല്ലാം മറന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് പരിപാടി വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം ആണ് എനിക്കിവിടെ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ എനിക്ക് ലഭിച്ചത്. ആ ഒരു സന്ദേശം അതേപടി അംഗീകരിക്കുകയും ഞാൻ ഇവരുടെ കൂടെ കൂടി ജോലി ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവിൽ കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്ഷയരോഗ നിയന്ത്രണ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാനും കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ എപ്പോഴും കോഴിക്കോട് ജില്ല മുൻപന്തിയിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും കോഴിക്കോട് ജില്ല മുൻപന്തിയിൽ വരുമ്പോൾ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണെന്ന് ഇവർ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ അധികം അഭിമാനം തോന്നി. IMA കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ KP ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി, അഡീഷണൽ DMO ഡോക്ടർ സാബു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ RL സരിത, ഡോക്ടർ N രാജേന്ദ്രൻ, ഡോക്ടർ അശ്വതി തുടങ്ങിയവർ സംബന്ധിച്ചു. SFI ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന വിഷയത്തിൽ തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SFI ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന വിഷയത്തിൽ തുറന്ന ചർച്ച സംഘടിപ്പിച്ചത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ അവർ വികസിക്കുമ്പോൾ ഈ രാജ്യം വികസിച്ചു എന്നാണ് വലതുപക്ഷം പറയുന്നത്. മൻമോഹൻ സിംഗ് അധികാരത്തിലേക്ക് വരുമ്പോൾ 13 ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം മൻമോഹൻ സിംഗ് അധികാരമൊഴുകുമ്പോൾ 100 ശില്ലാണമായി വർദ്ധിച്ചു. ശതകോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ 5000 കോടിയിലേറെ ആസ്തിയുള്ളവർ. 5000 കോടിയിലേറെ ആസ്തിയുള്ളവർ ഈ രാജ്യത്ത് 100-ലധികമായി വർദ്ധിച്ചപ്പോൾ ഈ സമൂഹം നന്നായി, അല്ലെങ്കിൽ ഈ രാജ്യം വികസിച്ചു എന്ന് മൻമോഹൻ സിംഗിന് പറയാൻ വേണ്ടി കഴിയുന്നു. BJP അല്പം കടത്തിയാണ് പറഞ്ഞത്. അടൽ ബിഹാരി വാജ്പേയി രാജ്യം ഭരിക്കുമ്പോൾ BJP പറഞ്ഞത് ഇന്ത്യ തിളങ്ങുകയാണ് എന്നാണ്. ഇന്ത്യ തിളങ്ങുകയാണ് എന്ന് പറഞ്ഞ രാജ്യത്ത് 100 സാരി വെറുതെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ സാരി വാങ്ങാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് അനേകം ആളുകൾ ഈ രാജ്യത്ത് മരിച്ചു, അനേകം സ്ത്രീകൾ മരിച്ചു. അപ്പോൾ വ്യക്തി വികസിക്കുമ്പോൾ സമൂഹമല്ല വികസിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് ഷർജിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫഹദ് ഖാൻ, അഞ്ജലി തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബിൽ സ്നേഹാക്ഷര സംഗമം പരിപാടി സംഘടിപ്പിച്ചു. ICJ ഡയറക്ടർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
കോഴിക്കോട് പ്രസ് ക്ലബിൽ സ്നേഹാക്ഷര സംഗമം പരിപാടി സംഘടിപ്പിച്ചു. ICJ ഡയറക്ടർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയിലെ TP ഭാസ്കര പൊതുവാൾ, സുമിത്ര രാജൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വർദൂർ, സനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു പരിപാടിയുടെ ഏറ്റവും പ്രമുഖമായ സമയത്തിന്റെ അവസാന ഭാഗത്തിലേക്കാണ് ഉദ്ഘാടനം പോകുന്നത്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു തലയുണ്ട്, വലിയൊരു തലച്ചോറ് നമുക്കുണ്ട്, നമ്മളൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് അതിവിശാലമായി ചിന്തിക്കാനുള്ള ഒരു ലോകമുണ്ടെന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ് നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു അതിന് ആമുഖമായിട്ട് ചിലപ്പോൾ ഒരു പരാമർശം വിവാദമായേക്കാം, എങ്കിൽ പോലും അത് വിവാദമാക്കാതെ തന്നെ ഇത്തരത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ഉദ്ഘാടനം വളരെ വൈകിട്ട് നിലവിളിക്ക് കൊളുത്തി നടത്തുന്നതിന് പകരമായിട്ട് ഒരു ചടങ്ങ് സ്വാഗത പ്രസംഗത്തിന് അല്ലെങ്കിൽ പ്രസംഗത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നടത്തി കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരും. അല്ലെങ്കിൽ ആ പരിപാടിക്ക് ശരിക്കും നല്ല ഒരു ഒരു രസം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും. ദേവഗിരി കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഗ്രീവൻസ് സെൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത പുറത്താക്കൽ നടപടി റദ്ദു ചെയ്യാൻ സെൽ ആവശ്യപ്പെട്ടതായും മുൻ PTA പ്രസിഡന്റ് P. വിജയൻ പറഞ്ഞു. ദേവഗിരി കോളേജിൽ വിദ്യാർത്ഥികളെ പുറത്താക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് ആന്റി ജുഡിക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഗ്രീവൻസ് സെൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളെ പുറത്താക്കിയ തീരുമാനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായി മുൻ PTA പ്രസിഡന്റ് P. വിജയൻ ടൈം വാർത്തകളോട് പറഞ്ഞു. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കശപിശകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു അന്വേഷണവും കൂടാതെ സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് രക്ഷിതാക്കളെയോ വിദ്യാർത്ഥികളെയോ ഒന്നും അറിയിക്കാതെ തന്നെ ഈ വിദ്യാർത്ഥികളെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പല പ്രാവശ്യം പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ചെന്നപ്പോഴെല്ലാം പ്രിൻസിപ്പൾ രക്ഷിതാക്കളോട് ക്രിമിനൽസിനോട് പെരുമാറുന്ന വിധമാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ സഹിക്കാൻ പറ്റാതെ വന്ന സമയത്ത് ഈ രക്ഷിതാക്കൾക്ക് മനപ്രയാസം ഉണ്ടാവുകയും ഈ രക്ഷിതാക്കളും അവിടെ 100ഓളം ദിവസങ്ങൾ പറയാം വളരെയധികം ഉറക്കമില്ലാത്ത രാത്രികളെ സൃഷ്ടിക്കുകയും ഈ പ്രിൻസിപ്പളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ പ്രശ്നത്തിനെതിരായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ തീരുമാനം പ്രകാരം യൂണിവേഴ്സിറ്റിയോട് ഈ കാര്യത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി പറയുകയും അങ്ങനെ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഗ്രീവൻസ് സെൽ ഈ കാര്യം അന്വേഷിക്കുകയും ആ അന്വേഷണ വേളയിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ പൊറുക്കാൻ പറ്റുന്നതാണെന്നും ഇവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ട് ഡിസ്മിസ് ചെയ്യേണ്ട ഓർഡറൊന്നും ഇല്ല എന്നും സമിതി അംഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ ഈ സമിതി അംഗങ്ങളിൽ അതിനനുസരിച്ച് ഈ സമിതി അംഗങ്ങളുടെ ഒരു അധ്യാപകൻ, അതായത് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൺവീനർ, ഈ പ്രിൻസിപ്പലിനെ അനുഗമിച്ച ഈ അധ്യാപകൻ വളരെ മോശകരമായ രൂപത്തിലാണ് ഈ വിദ്യാർത്ഥികളെ പറ്റിയിട്ട് ചിത്രീകരിച്ചതും പൊതുവായിട്ടും ചിത്രീകരിക്കും. പൊതുവെ അദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റവും തന്നെ വളരെയധികം മോശമായിട്ടാണെന്ന് ഈ അന്വേഷണ സമിതി, യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ പലവിധേനയും അനാവശ്യമായി പ്രശ്നങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിക്കുമെന്ന് യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണ സമിതിക്ക് മനസ്സിലായതിനാൽ നിസ്സാര കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാതിരിക്കുവാനായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ മോശമല്ലാത്ത രൂപത്തിലുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും TCയും നൽകണമെന്നും മാനേജ്മെന്റ് കോട്ടയിൽ നൽകിയ പണം തിരിച്ചു നൽകണമെന്നും ദേവഗിരി കോളേജിന് യൂണിവേഴ്സിറ്റി ഓർഡർ നൽകിയിട്ടുണ്ടെന്നും P. വിജയൻ കൂട്ടിച്ചേർത്തു. ആന്റി റാഗിംഗ് കമ്മിറ്റി കൺവീനറായ അധ്യാപകനെതിരെ വിദ്യാർത്ഥികളോടും പൊതുവെ മോശമായ സമീപനം പെരുമാറ്റവുമാണുള്ളതെന്നും യൂണിവേഴ്സിറ്റി നിയമിച്ച അന്വേഷണ സമിതിക്ക് ബോധ്യപ്പെട്ടതായും കോളേജിന്റെ മുൻ PTA പ്രസിഡന്റ് P. വിജയൻ പള്ളിക്കര പറഞ്ഞു. വിവരാവകാശ നിയമം അനുസരിച്ച് ആവശ്യപ്പെട്ട് കിട്ടിയ രേഖയിലാണ് വിവരങ്ങളുള്ളതെന്നും വിജയൻ കൂട്ടിച്ചേർത്തു. തൃശാലക്കുളം മുല്ലശ്ശേരി താഴം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്നാവശ്യപ്പെട്ട് തൃശാലക്കുളം റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മാങ്കാവ് പാലസ് റോഡിലായിരുന്നു ധർണ. തൃശാലക്കുളം മുല്ലശ്ശേരി താഴം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃശാലക്കുളം റോഡ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മാങ്കാവ് പാലസ് റോഡിൽ സായാഹ്ന ധർണ നടത്തിയത്. CM കൃഷ്ണനുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു. 2 മാസം കഴിഞ്ഞാൽ പെരുമഴ പെയ്യുകയായി. വളരെ കാലമായിട്ട്, ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 മുതൽ ഈ വഴി പാടെ വെള്ളം കെട്ടി യാത്രായോഗ്യമല്ലാതെ ആയിത്തീർന്നുകൊണ്ട് ഉള്ള സ്ഥിതിയാണുള്ളത്. നമ്മളടക്കം ഒരുപാട് പേർക്ക്, ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യങ്ങൾക്കായി നടക്കുന്ന ഈ പാത വളരെ വർഷങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലജ്ജാകരമായൊരു വസ്തുതയാണ്. മാങ്കാവ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയൻ ആലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ സൗദാമിനി ടീച്ചർ മുഖ്യാതിഥിയായി. TS നിഷാദ്, അരവിന്ദാക്ഷ മേനോൻ, ബാലകൃഷ്ണൻ, സത്യപാലൻ, രാജീവ് മരക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഖുഷ്വന്ത് സിംഗ് അനുസ്മരണം ബാങ്ക് റോഡ് വ്യാപാര ഭവൻ മൈത്രി ഫോറം ഓഫീസിൽ നടന്നു. ആകാശവാണി റിട്ടയർഡ് ന്യൂസ് റീഡർ പി ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രശസ്ത പത്രപ്രവർത്തകരും നോവലിസ്റ്റുമായ ഖുഷ്വന്ത് സിംഗ് അനുസ്മരണ യോഗം വ്യാപാര ഭവൻ മൈത്രി ഫോറം ഓഫീസിൽ നടന്നു. ആകാശവാണി മുൻ ന്യൂസ് റീഡർ പി ചന്ദ്രശേഖരൻ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹസൻവാടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി രാധാകൃഷ്ണൻ, കരുണാകരൻ, നീന അനീഷ്, ടി അയ്യൂബ്, കെ കുഞ്ഞിമൂസ തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിഭജനത്തിന് മുമ്പുള്ള കാലം, ആ വിഭജനത്തിന് മുമ്പുള്ള കാലവും അത് വിഭജനത്തിന് ശേഷമുള്ള കാലവും അധികാരത്തിന്റെ കേന്ദ്രം ഡൽഹിയാണല്ലോ. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവിടുത്തെ സകല നേതാക്കന്മാരുമായിട്ടും നല്ല പരിചയത്തോട് കൂടിയിട്ട് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനിന്റെയും ഇന്ത്യയിലെയും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുമായി നല്ല സമ്പർക്കം പുലർത്താനും കാര്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായി മനസ്സിലാക്കാനുമുള്ള ആ കഴിവ്, അതനുസരിച്ച് നിരന്തരമായി എഴുതാനുള്ള സാമർഥ്യം, ഇതുകൊണ്ട് അത്തരം ഒരു പ്രതിഭാശാലി ഇദ്ദേഹം തന്നെ മാത്രമായിരുന്നു. വേറെ ഒരാളും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഇനി എന്റെ വോട്ട്. ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ തന്നെയാണ്. രാഘവൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക്. അതുമാത്രമല്ല, ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് മാർക്സ് പാർട്ടിയോടുള്ള ജനങ്ങളുടെ ഈ രക്തക്കറ പുരണ്ട CPM-ന്റെ അതിന് അറുതി വരുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഒരു സംശയമൊന്നുമില്ല, എം കെ രാഘവൻ വിജയിക്കുമുള്ള കാര്യത്തിൽ ആ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഘവൻ വോട്ട് വരാനും കാരണം ഇവിടുത്തെ ചില കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് കാരണക്കാരെന്ന് ഞാൻ പറയാം. എനിക്ക് ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ്. കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെയാണ് ഇതിന് കാരണക്കാരൻ വോട്ട് വരാൻ കാരണമെന്നും ഞാൻ ഈ അവസരത്തെ പറയാൻ പബ്ലിഷ് ചെയ്തു, ധൈര്യം പബ്ലിഷ് ചെയ്തു. ഷുവർ, ഒരു സംശയമില്ല, എം കെ രാഘവൻ ജയിക്കും. അതായത് കഴിഞ്ഞ തവണ ലോകസഭയിൽ നമ്മൾ എം കെ രാഘവനാണ് വിജയിച്ചിരുന്നത്. കേവലം 800 ചില്ലാൻ വോട്ടുണ്ട്. ഇപ്രാവശ്യം വോട്ടർമാർ ഒരു മാറി ചിന്തിക്കുമോ എന്നുള്ള ഒരു സംശയം ഇല്ലായില്ല. കാരണം 2 കാൻഡിഡേറ്റും തുല്യമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതേസമയത്ത് രാഘവനെ പറ്റി നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ വാർഡിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഴിമതിരഹിതമായൊരു ഭരണമാണ് നമുക്ക് ആവശ്യം. എല്ലാവരും സമത്വരായിരിക്കണം. പണ്ട് മാവേലി പറഞ്ഞ മാതിരി എല്ലാവരുടെയും ലീഡർഷിപ്പ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എന്താണെന്ന് പറയുക, വ്യക്തിത്വത്തിനാണ് നമ്മളിത് പ്രാധാന്യം കൊടുക്കേണ്ടത്. നല്ല ബിഹേവിങ് ആവണം. പൊതുജനങ്ങളോട് ഹൗ ടു ഇൻട്രാക്ട് വിത്ത് പബ്ലിക്സിനോട് നല്ല തരത്തിലായിരിക്കണം പെരുമാറ്റം. ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള ഞങ്ങളെ ചർച്ചേൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത് നോക്കിയിട്ടേ ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. എന്തായാലും വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പിന് നമുക്ക് ഒരിക്കലും വോട്ട് ജയിപ്പിച്ചിട്ട് കാര്യമില്ല. പൊതുജനത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ പാർലമെന്റിൽ പോയി നമ്മളെ ശബ്ദം അവിടെ ഉയർത്തുന്ന ആളെ മാത്രമേ നമുക്ക് വോട്ട് ജയിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് ഞങ്ങളുടെ തീരുമാനം ഇപ്രാവശ്യം. അല്ല, വോട്ട് എന്തായാലും ഞങ്ങൾ ചെയ്തിരിക്കും. പക്ഷേ ഞങ്ങളെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ, ആരും സോൾവ് ചെയ്ത് തന്നിട്ടില്ല. ഇതിന് എതിരായിട്ട് ഞങ്ങൾ ശബ്ദം ഉയർത്തുകയാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ. ഇതേമാതിരി 2-3 കാര്യങ്ങൾ ചെയ്ത് കിട്ടാണ്ട് അതും കൂടി ചെയ്ത് കിട്ടാനുള്ള ശ്രമിക്കുകയാണ്. വോട്ട് എന്തായാലും ചെയ്യും, അത് ഞങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. പക്ഷേ പല MP-മാരും MLA-മാരും ഇവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ അടുത്ത ഇലക്ഷനിലെ ഇവിടേക്ക് വരുന്നുള്ളൂ. രാഷ്ട്രീയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആര് നന്നായി ചെയ്യുന്നു അവരെ അംഗീകരിച്ചിരിക്കും ഞങ്ങൾ. വോട്ടിങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് തീരുമാനമെടുത്തിട്ടില്ല. ഇവിടെ ഇപ്പം അതിൻ്റെ മുമ്പായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയിപ്പോൾ അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ മാങ്കാവ് തൃശാലക്കുളം ഈ റോഡ് വർഷങ്ങളായി വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇപ്പോൾ കോർപ്പറേഷൻ അനുവദിക്കുന്ന മുഴുവൻ ഫണ്ടും ഈ റോഡിന് വേണ്ടി കൊടുത്താലും ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കില്ല. ആദ്യം പരിഹരിച്ച് കിട്ടുന്നത് വെള്ളക്കെട്ടാണ്. ഇവിടെ സ്ഥലം കയ്യേറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നിലനിൽക്കുന്ന ജനപ്രതിനിധികളും ആ കാര്യം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് ഇവിടെ വോട്ടർമാർ തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള
ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നിഷേധ വോട്ടിനോടൊന്നും ഇപ്പോൾ വ്യക്തിപരമായി യോജിക്കുന്നില്ല. കാരണം ഒരു നിഷേധ വോട്ട് എന്ന് പറഞ്ഞ ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല വ്യക്തിപരമായിട്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കക്ഷിക്ക് വോട്ട് ചെയ്തിരിക്കണം. അതൊരു ഇന്ത്യൻ പൗരൻ്റെ ഒരു മൗലികമായ ഒരു അവകാശമാണത്. അതിനെ ഒരിക്കലും നിഷേധിക്കേണ്ട എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ പ്രതിഷേധ വോട്ടല്ലാതെ വേറെ ഒന്നും രേഖപ്പെടുത്താൻ തോന്നുന്നു. അല്ല, എല്ലാ കാര്യത്തിനോടും അനുബന്ധിച്ച് പ്രതിഷേധം അല്ലാതെ ഒന്നും തോന്നുന്നില്ല. കാര്യമായിട്ടൊരു വോട്ടായിട്ട് കിടക്കുക, വിലയേറിയ വോട്ട്. ആ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഇവരെ അങ്ങോട്ടുള്ള മാറ്റം, ചാട്ടം, ഇതിൽ നിന്ന് കാണുന്നത് മനസ്സിലാക്കുന്നത് ഒന്നുമല്ല, രാഷ്ട്രീയം ഒന്നും അല്ല എന്ന് മനസ്സിലാവും. ഇത് വെറും ഒരു പ്രഹസനം മാത്രം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. CPM നേതൃത്വത്തിന്റെ വിശ്വാസ്യത അനുദിനം കുറഞ്ഞു വരികയാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ CPIM കാഴ്ചക്കാരുടെ റോളിലാണെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ. അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വടകര മണ്ഡലത്തിൽ 31 മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് PDP ഭാരവാഹികൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.